ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ മട്ടൻ്റെ പണിയാണ്. മട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുതലാളിക്ക് 2 പീസ്, മുതലാളിക്ക് മന്തി ഉണ്ടാക്കണം. പിന്നെ അത് പോയിട്ട് പണിക്കാർക്ക് ഇന്ന് മട്ടനാണ് കേട്ടോ. ഇന്ന് മട്ടനെ ഒക്കെ റെഡിയാക്കണം. ഇത് പണിക്കാർക്കുള്ള മട്ടനാണ്. ഇത് നമ്മുടെ മുതലാളിക്ക് ഇന്ന് മന്തി, പണിക്കാർക്ക് നെച്ചോറും മട്ടൻ കറി. അങ്ങനെയാണ് ഇന്നത്തെ പണി കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വെട്ടി നല്ല വൃത്തിയായി കഴുകി ക്ലിയറാക്കി വെച്ചു. ഇതിനകത്ത് നമ്മൾ പണിക്കാർക്കുള്ള മട്ടൻ്റെ അതും നല്ലോണം ചെറുതായിട്ട് വെട്ടി നല്ല വൃത്തിയായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മസാല ആക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള പണിയാണ് കേട്ടോ. പണികളൊന്ന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിലേക്ക് അരികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ആദ്യം ഓരോരോ ഐറ്റംസൊക്കെ ഇങ്ങനെ ഒരുക്കി വയ്ക്കുക. അരികളൊക്കെ കഴുകി വയ്ക്കുക, ഇറച്ചി വെട്ടി കഴുകി വയ്ക്കുക. പിന്നെ ആദ്യത്തെ നമ്മുടെ മുതലാളിക്കുള്ള മട്ടനെ ഞാൻ അടുപ്പിൽ കയറ്റി കേട്ടോ. പിന്നെ പണിക്കാർക്കുള്ളത് കുക്കറിലാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ മട്ടൻ ഭയങ്കര വേവാണ്. കുക്കറിൽ 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ മട്ടൻ നമുക്ക് കുക്കറിലോട്ട് ആക്കുക. അതിലേക്കുള്ള മസാല: ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മട്ടൻ മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് തക്കാളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് കുക്കറിലൊരു 6 വിസിൽ കേൾക്കുന്നത് നല്ല വൃത്തിയായി അടിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോ. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും കറി വേണമല്ലോ. കുക്കറിന് നേരെ അടുപ്പിലോട്ട് വെച്ചായി. അതിൻ്റെ അടുത്ത് 2 മട്ടൻ ഇരിപ്പുണ്ട്. ഒന്ന് മുതലാളിക്കുള്ളത്, ഒന്ന് നമുക്ക് പണിക്കാർക്കുള്ളത്. ഇനി അടുത്ത് നമുക്ക് പണിക്കാർക്കുള്ള മട്ടൻ റെഡിയാക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ഒന്ന് വശക്കെടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 പീസ് കോഴി, അതായത് മട്ടൻ 2 പേര് കഴിക്കത്തില്ല, പണിക്കാർക്കാണ് കേട്ടോ. അപ്പോൾ 2 പീസ് കോഴിയും കൂടെ ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആട് പുഴുങ്ങാനുള്ള മസാല ഇട്ട് കൊടുക്കാം. ഇത് അറബി മസാല: ഉള്ളി, ഉണക്കനാരങ്ങ, ഏലക്ക, ഗ്രാമ്പ്, ക്യാപ്സിക്കം, തക്കാളി, പാകത്തിന് ഉപ്പ്, ഇതൊക്കെ ഇട്ട് ഇതിൽ കൂടി ഇട്ട് ആടിനെ നല്ലോണം പുഴുങ്ങിയെടുക്കുക കേട്ടോ. ഇത് 1 മണിക്കൂർ അടുപ്പിൽ കിടക്കണം. ഇത് ഓവനിൽ വെക്കാനാണ് കേട്ടോ. ഓവനിൽ വെക്കാൻ കണക്കാക്കി നമ്മൾ 1 മണിക്കൂർ നല്ല വൃത്തി വേവിക്കുക. പാകത്തിന് ഉപ്പ്. പിന്നെ അടുത്ത് നമുക്ക് മസാല: മട്ടൻ്റെ ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കുന്നത് കേട്ടോ. ഓരോന്നേരമായിട്ടെല്ലാം അടുപ്പിൽ കത്തിക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാം സ്റ്റാർട്ടാക്കിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ പണി നീളൂല. ഇത് നെച്ചോറിന് വേണ്ടി ഞാൻ ചോറ് വയ്ക്കാൻ മുതലാളിക്കുള്ള ഒരു മന്തി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞിട്ട് വശക്കുന്നതാണ്. മട്ടനൊക്കെ ഇവിടെ റെഡിയാവുന്നുണ്ട്. കുക്കറിൽ പിസിൽ കേട്ട് തുടങ്ങി. ഓഫാക്കി. ഇത് വെജിറ്റബിൾ സൂപ്പിനാണ് കേട്ടോ. ഇത് കുറച്ച് ബട്ടർ ചോറാണ്, ബട്ടർ വൈറ്റ് റൈസ്. വറ്റിച്ചെടുക്കുന്ന ചോറാണത്. ഇനി ഇതിനിടയ്ക്ക് 2 അടുപ്പൂടെ കത്തിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് മട്ടൻ്റെ മസാല കേട്ടോ. മഞ്ഞൾപ്പൊടി, മട്ടൻ മസാല, മുളക് പൊടി, തക്കാളി പേസ്റ്റ്, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും നമ്മളെ പണിക്കാർക്കുള്ള മട്ടനാണ് കേട്ടോ. അതിലേക്ക് മസാല ഇട്ട് ആദ്യം മസാല ആക്കുക. പ്രത്യേകിച്ച് ഞാൻ മട്ടൻ കുക്കറിലാക്കുന്നുണ്ട്. ഇത് ചോറിനുള്ളതാണ്. അപ്പോൾ ഈ കുക്കറിൽ കിടക്കുന്നതാണ് നമുക്ക് പണിക്കാർക്കുള്ള മട്ടൻ. അപ്പോൾ ഈ മസാല പ്രത്യേകിച്ച് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോറ് വയ്ക്കുന്നതാണ് കേട്ടോ. നെച്ചോറ് പണിക്കാർക്കുള്ളതാണ്. ഇത് കുറച്ച് കൂടുതലുള്ളതാണ്. ഗ്രീൻ പീസ്, അത് നമ്മൾ ഫ്രീസറിലിരിക്കുന്ന ഗ്രീൻ പീസാണ് കേട്ടോ. ഫ്രഷാണ്. അത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കുറച്ചരി ഇട്ട് കൊടുക്കും. പച്ച ഗ്രീൻ പീസാണ് കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ അരി ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാല കൂടി ഇട്ട് വരണം. മട്ടനൊക്കെ നല്ല വെന്ത് കേട്ടോ. ഇത് നമുക്ക് പണിക്കാർക്കുള്ള ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, നെച്ചോറിന്. ഇത് മട്ടൻ്റെ മസാലയാണ്. ഞാൻ പ്രത്യേകിച്ച് ആക്കിയില്ലേ, ഉള്ളിയൊക്കെ തക്കാളി കഴിഞ്ഞിട്ട്. ഇനി ഈ മട്ടൻ ഇതിൻ്റെ കൂടെ അങ്ങ് തട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് പണി കൂടുതലാണ് കേട്ടോ. കുറച്ച് 2 പീസ് ചിക്കൻ പൊരിക്കാനുണ്ട്. പിന്നെ നമ്മൾ പുഴുങ്ങാൻ വെച്ച മട്ടൻ റെഡിയായി 1 മണിക്കൂർ കഴിഞ്ഞു. അതിനെ ഞാൻ പുറത്തെടുത്ത് ഓവനിലോട്ട് വെക്കാനാണ് കേട്ടോ. കുറച്ച് തക്കാളി സോസും ഒക്കെ ഒഴിച്ച് ഓവനിലോട്ട് വെക്കുക, ചോപ്പിച്ച് കിട്ടണം. നേരെ ഓവനിലോട്ട് വയ്ക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ചുവന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കിയ ചോറ് റെഡി ആയിട്ടുണ്ട്, ദമ്മ് പൊട്ടിച്ച. ഇനി നമുക്ക് ഓവനിൽ വെച്ച ആട് ചുവന്ന് അതും ചോറുമായിട്ട് നമുക്ക് മുതലാളിക്കുള്ളതാണ്. അത് പ്രത്യേകിച്ച് സെറ്റ് ചെയ്ത് കയറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടിയാണ്. ഇന്ന് ഫുൾ മട്ടൻ ആയതുകൊണ്ട് പിന്നെ എല്ലാം ഒരുമിച്ച് ഞാനിട്ട് വീഡിയോ ആക്കി ഇട്ടതാണ്. ഇത് രാവിലത്തെ ഡ്യൂട്ടിയാണ്. ഇവർക്ക് ആട് നല്ലോണം ഓവനിൽ വെച്ചിട്ട് ചുവന്ന കളറിൽ കിട്ടണം, അതായത് ചോപ്പിച്ച് കിട്ടണം, നല്ല ബൊന്നി കളറിൽ. കണ്ടില്ലേ, ഷവായി മോഡൽ. അപ്പോൾ ചോറൊക്കെ സെറ്റാക്കി കുറച്ച് മല്ലിയില, കുറച്ച് ഉള്ളി പൊരിച്ചിടുമ്പോൾ നമ്മുടെ ഇന്നത്തെ മലയാളിക്കുള്ള സ്പെഷ്യലായി. നമുക്കുള്ള സ്പെഷ്യൽ നേരത്തെ കാണിച്ചല്ലോ, നെച്ചോറും മട്ടൻ കറിയും. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഇത് ഞാൻ മട്ടൻ കറിയാക്കി പണിക്കാർക്കെല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പുറത്ത് പോകാം. ആരുമാണോ